നമ്മുടെയൊക്കെ ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്ന കൂടിപ്പോയാൽ ഇന്നത്തെ കാലത്ത് ഒരു 100 വയസ്സൊക്കെയാണ്. പക്ഷേ ഭൂമിയുടെ ടൈം ലൈനിൽ 100 വർഷം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വർഷത്തിൽ നമ്മൾ എത്രയാണോ ഒരു സെക്കൻഡിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതുപോലെയാണ് ഭൂമിക്ക് നമ്മുടെ ഒരു ആയുസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് 454 കോടി വർഷമായിട്ടുണ്ട്. ഇനി അതൊരു 500 കോടി വർഷം കൂടി ഇതുപോലെ നിലനിൽക്കും. ഇതുപോലെ എന്ന് പറയുമ്പോൾ ഗ്രഹമായിട്ട് നിലനിൽക്കും. അതിനുശേഷം നമ്മുടെ സൂര്യൻ വികസിച്ചിട്ട് അതിനെ വിഴുങ്ങിക്കളയുമെന്നാണ് കണക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ കാണുന്ന ഭാഷകൾ, വിശ്വാസങ്ങൾ, വലിയ നഗരങ്ങൾ, എന്തിനേറെ ഓരോ ജീവിവർഗങ്ങൾ പോലും ഈ കുഞ്ഞു സമയത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതാണ്. ഭൂമിയുടെ ചരിത്രം മുഴുവൻ ഒരു 24 മണിക്കൂറിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ വരുന്നത് അർദ്ധരാത്രിക്ക് 0.2 സെക്കൻഡ് മുൻപ് മാത്രമാണ്. ആ ഒരു കോസ്മിക് ഡേയിലെ അടുത്ത കുറച്ച് സെക്കൻഡുകൾ നമുക്ക് കാണാൻ പോലും പറ്റില്ല. പക്ഷേ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശാസ്ത്രം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് അനുമാനം. നമ്മൾ ഈ കാണുന്ന വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ തന്നെ എത്ര കാലം നിൽക്കുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം? ഒരു 300 വർഷം കഴിയുമ്പോൾ ഏത് കോൺക്രീറ്റ് കെട്ടിടവും അതിലെ കെമിക്കൽ റിയാക്ഷനുകൾ കാരണം തകർന്നു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് 300 വർഷത്തിലധികം നിൽക്കുക വളരെ ചുരുക്കം മാത്രമാണ്. ഇരുമ്പാണെങ്കിലോ കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ 1000 വർഷം കൊണ്ട് മുഴുവൻ തുരുമ്പെടുത്ത് തീരും. കുറച്ച് നൂറ്റാണ്ടുകൾക്കുള്ളിൽ വലിയ സ്റ്റീൽ പാലങ്ങളൊക്കെ തന്നെ തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. ഗ്ലാസുകൾ ചൂടും തണുപ്പും മാറി മാറി വന്നാൽ പൊട്ടി തകരുന്ന സാധനങ്ങളാണ്. അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഉള്ളിൽ നിന്ന് ദ്രവിച്ച് നിലം പൊത്തും. നമ്മുടെ ഈഫൽ ടവർ ഉണ്ടല്ലോ, അത് കൃത്യമായി പെയിൻ്റ് അടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. മെയിൻ്റനൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏകദേശം 500 വർഷം കൊണ്ട് അതൊരു ചുവന്ന പൊടിയായിട്ട് തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം കാർവ് ചെയ്തു വച്ചിരിക്കുന്ന മൗണ്ട് റഷ്മോറിലെ ആ ഒരു കരിങ്കൽ മുഖങ്ങൾ പോലും ഓരോ 1000 വർഷത്തിലും 1 മില്ലിമീറ്റർ വെച്ച് അടർന്നു പോകുന്നുണ്ട്. അതായത് ഒരു 7000 വർഷം കഴിയുമ്പോൾ വാഷിങ്ടണിൻ്റെ മുഖമൊക്കെ പരന്നിരിക്കും. സത്യം പറഞ്ഞാൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ വെറും സീസണൽ ഡെക്കറേഷൻ പോലെ മാത്രമാണ്. നമുക്കിനി ചെർണോബിലിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണല്ലേ. പക്ഷേ ഇന്നത്തെ കഥ അതല്ല. മനുഷ്യൻ കാലുകുത്താത്ത ആ റേഡിയേഷൻ സോണിൽ ഇപ്പോൾ ചെന്നായ്ക്കളും കാട്ടുപന്നികളും പുലികളും ഒക്കെ തന്നെ സ്വൈര്യവിഹാരമായിട്ട് നിറഞ്ഞാടുകയാണ്. 1986 ശേഷം അവിടെയുള്ള ജൈവ വൈവിധ്യം 40% കൂടിയിട്ടുണ്ട് എന്നാണ് പഠനം പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റേഡിയേഷനേക്കാൾ വലിയ പ്രശ്നം മനുഷ്യൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. അതാണ് പോയിന്റ്. ഇനി ഒരു 300 വർഷം കഴിഞ്ഞാൽ അവിടുത്തെ റേഡിയോ ആക്റ്റീവ് സാധനങ്ങളായ Cesium 137, സ്ട്രോൺഷ്യം 90 പോലെയുള്ളവയൊക്കെ തന്നെ ജീർണിച്ച് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നീട് പഴയ റിയാക്ടറുകൾക്ക് മുകളിൽ വലിയ കാടുകൾ വളർന്നു നിൽക്കും. ഒരു 2000 വർഷം കഴിയുമ്പോൾ അത് നോർമലാവും. പക്ഷേ ഒരു കാലത്ത് മനുഷ്യനിർമ്മിത ദുരന്തത്തിൻ്റെ ചിഹ്നമായിരുന്ന ഒരു സ്ഥലം ഇന്നിപ്പോൾ ജീവികളുടെ സ്വർഗമായി മാറി. മനുഷ്യനൊന്ന് മാറി നിന്നാൽ ഭൂമി എത്ര പെട്ടെന്ന് ഹീൽ ചെയ്യും എന്നതിൻ്റെ ട്രെയിലറാണ് ചെർണോബിൽ. ഇനി ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ട ചില ഫാക്ടേഴ്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി പറയാം. നമ്മുടെ ഭൂമിയുടെ കറക്കം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഒരു പ്രത്യേക താളത്തിലാണ് അത് ആടി ഉലയുന്നത്. ഇതിനെ നമ്മൾ മിലാങ്കോവിച്ച് സൈക്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു 10,000 വർഷം കൂടുമ്പോൾ ഭൂമിയുടെ വടക്കേ ഭാഗം സൂര്യനിൽ നിന്ന് കുറച്ചുകൂടി അകന്നു മാറാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി തണുപ്പ് കാലത്തിനുള്ള ദൈർഘ്യം കൂടാൻ ആരംഭിക്കും. മഞ്ഞുമലകൾ വളർന്നു തുടങ്ങും. കാനഡ, സ്കാൻഡിനേവിയ, വടക്കൻ ഏഷ്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിലോമീറ്റർ കനത്തിൽ ഐസ് ഷീറ്റുകൾ വന്നു മൂടാൻ ആരംഭിക്കും. അപ്പോൾ കടലിലെ ജലനിരപ്പ് 60 മീറ്ററോളം താഴും. നമ്മുടെ ഇന്നത്തെ കൊച്ചി, മുംബൈ പോലെയുള്ള തുറമുഖങ്ങളും തീരദേശങ്ങളുമൊക്കെ ഒരുപാട് കരയുടെ ഉള്ളിലായി പോവുകയും തീരപ്രദേശം പിന്നെയും ഒരുപാട് ഇറങ്ങിക്കിടക്കുകയും ചെയ്യും. കൃഷിയൊക്കെ തന്നെ ചെയ്യാൻ നമ്മളെ സഹായിച്ച നല്ല കാലം അങ്ങനെ തീരും. വീണ്ടും ഒരു മഞ്ഞുയുഗം തിരികെ വരും. നയാഗ്ര വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. പക്ഷേ ഈ ഒഴുക്കെന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ശക്തിയുള്ളൊരു വസ്തുവാണ്. അത് ഓരോ വർഷവും ഏകദേശം 1 മീറ്റർ വെച്ച് നയാഗ്രയിലെ പാറയെ ഇടിച്ച് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50,000 വർഷം കഴിയുമ്പോൾ ഈ വെള്ളച്ചാട്ടം ഇടിഞ്ഞിടിഞ്ഞ് എവിടെ നിന്നാണ് വെള്ളം വരുന്നത് ആ ഒരു തടാകം വരെ എത്തും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ തടാകത്തിലുള്ള വെള്ളം മുഴുവൻ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ അല്ലാതെ ഒറ്റയടിക്ക് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും നയാഗ്ര എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഭാവിയിൽ ഉണ്ടായിരിക്കുകയില്ല. കോടിക്കണക്കിന് ആളുകൾ ആഘോഷിച്ച ആ ഫോട്ടോ പിന്നെ അതൊരു ചരിത്രം മാത്രമായി മാറും. നമ്മുടെ ഭൂഖണ്ഡങ്ങൾക്ക് കുറേ 1000 വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മുടെ നഖം വളരുന്ന സ്പീഡില്ലേ, ഏകദേശം അതേ സ്പീഡിലാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ ഒരു 2-5 സെൻറ്റിമീറ്ററൊക്കെ തന്നെ നീങ്ങിയാലായി. കേൾക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നും. പക്ഷേ 1,00,000 വർഷം കഴിയുമ്പോൾ അത് കിലോമീറ്ററുകളുടെ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയ പതിയെ വടക്കോട്ട് നീങ്ങി അലാസ്കയുടെ അടുത്തേക്ക് പോകും. ആഫ്രിക്ക യൂറോപ്പിലേക്ക് ഇടിച്ചു കയറുന്നത് കൊണ്ട് മെഡിറ്ററേനിയൻ കടൽ ചെറുതായി വരും.
പിന്നെ 1 കോടി വർഷം കഴിഞ്ഞാലും മെഡിറ്ററേനിയൻ സീ അവിടെ ഉണ്ടാകുക പോലുമില്ല. ഇന്ന് ഗ്രീസൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഹിമാലയൻ ഉണ്ടായതുപോലെ വലിയ മലനിരകൾ രൂപപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോക ഭൂപടം ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല. നമ്മൾ വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഈ ശ്വാസമെടുക്കൽ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യെല്ലോസ്റ്റോൺ സൂപ്പർ വോൾക്കാനോ എന്ന് പറയുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാരണം ആ നാഷണൽ പാർക്ക് ഒരു വലിയ സജീവ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. 6 ലക്ഷം വർഷം കൂടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാറുണ്ടെന്നാണ് കണക്ക്. അവസാനമായി പൊട്ടിയിട്ട് ഏകദേശം 6.4 ലക്ഷം വർഷമായി. അപ്പോൾ കണക്ക് വെച്ച് നോക്കിയാൽ ഇനി എപ്പോൾ വേണമെങ്കിലും അത് അടുത്ത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ ആയിരക്കണക്കിന് ക്യൂബിക് കിലോമീറ്റർ ചാരം വടക്കേ അമേരിക്കയെ മുഴുവൻ മൂടും. ലോകത്തിലെ താപനില കുറച്ച് സമയത്തേക്ക് അങ്ങ് താഴും, വർഷങ്ങളോളം താഴും. ചെടികൾ നശിക്കും, മൃഗങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കും, കാലാവസ്ഥ മൊത്തത്തിൽ റീസെറ്റാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ നാശത്തിൽ നിന്ന്, ഈ അഗ്നിപർവ്വതത്തിൻ്റെ ചാരത്തിൽ നിന്ന് ലോകത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ടാവുകയും ആ തീ വിഴുങ്ങിയതിൻ്റെ ബാക്കിയിൽ നിന്ന് പുതിയ ജീവജാലങ്ങളും സസ്യങ്ങളും തഴച്ചു വളരുകയും ചെയ്യും. ഇനി നമ്മുടെ ചന്ദ്രൻ്റെ കാര്യമാണ്. ചന്ദ്രൻ ഓരോ വർഷവും 3.8 സെൻറ്റിമീറ്റർ എന്നുള്ള നിരക്കിൽ ചില ശാസ്ത്രീയമായ കാരണങ്ങളാൽ ഭൂമിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമല്ലെന്ന് ഇപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഒരു 50,000 വർഷം ഇങ്ങനെ കഴിയുമ്പോൾ കടലിലെ വേലിയേറ്റമൊക്കെ കാര്യമായിട്ട് കുറയാൻ തുടങ്ങും. പിന്നെ ഒരു 60 കോടി വർഷം കഴിഞ്ഞാൽ സൂര്യഗ്രഹണം എന്നൊരു സംഭവമേ ഉണ്ടാകില്ല. കാരണം സൂര്യനെ പൂർണ്ണമായി മറയ്ക്കാൻ മാത്രം വലിപ്പം അന്ന് ചന്ദ്രൻ ഉണ്ടാകില്ല, അത്രത്തോളം അകലത്തിലേക്കാകും. തീരങ്ങളിലെ ആവാസ വ്യവസ്ഥയെയും പവിഴപ്പുറ്റുകളെയും, എന്തിന് മൃഗങ്ങളുടെ പ്രത്യുൽപാദനത്തെ വരെ സ്വാധീനിച്ച ആ വേലിയേറ്റത്തിൻ്റെ താളം പതിയെ ഇല്ലാണ്ടാവും. രാത്രികൾക്ക് ഇരുട്ടുകൂടും, ദിവസങ്ങൾക്ക് നീളം കൂടും. ആരോ ഒരു ക്ലോക്ക് പിന്നോട്ട് തിരിക്കുന്നത് പോലെയെല്ലാം മാറും. ഇനി നക്ഷത്രങ്ങൾക്ക് കുറേ ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നക്ഷത്രങ്ങൾക്കല്ല സംഭവിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ ഓർഡർ കറക്റ്റാണ് എന്നുള്ളത്. കാരണം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പൂർവികർ വരച്ചു വെച്ച അതേ ചിത്രങ്ങൾ കാണാൻ കഴിയുന്ന കോൺസ്റ്റലേഷൻസ് ആണ് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുക. പക്ഷേ കുറേ 1000 വർഷം കഴിയുമ്പോൾ അത് ഒരേ സ്ഥലത്തായിരിക്കില്ല. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് പോലെ നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു 10 ലക്ഷം വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ രൂപമൊക്കെ അങ്ങ് മാറും. അതായത് 2 നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലവും അതിൻ്റെ ദിശയും ഒക്കെ തന്നെ ഡിഫറൻ്റ് ആവും. ഓറിയോൺ അഥവാ വേട്ടക്കാരൻ്റെ ബെൽറ്റൊക്കെ വളഞ്ഞിരിക്കും. സപ്തർഷികളുടെ രൂപം റബ്ബർ പോലെ വലിയും. ഒരു 12,000 വർഷം കഴിയുമ്പോൾ നമ്മുടെ ധ്രുവ നക്ഷത്രം വേഗ എന്ന പുതിയ നക്ഷത്രത്തിന് വഴിമാറും. അതായത് കൃത്യം നമ്മുടെ നോർത്ത് പോളിന് തൊട്ട് നേരെ നിൽക്കുന്ന നക്ഷത്രമാണ് നമ്മുടെ ഈ പറയുന്ന ധ്രുവ നക്ഷത്രം. ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്ത് വെഗ എന്ന് പറയുന്ന നക്ഷത്രമായിരിക്കും പിന്നീട് വരിക. പിന്നെയും കാലം കഴിയുമ്പോൾ അത് മറ്റൊരു നക്ഷത്രമായിട്ട് മാറും. അതായത് ഭാവിയിൽ ആരെങ്കിലും ആകാശത്തേക്ക് നോക്കിയാൽ അവർ കാണുന്ന കഥകളും കോൺസലേഷൻസും രൂപങ്ങളും ഒക്കെ തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. ആകാശം സ്റ്റേഷനറി ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് പതുക്കെ ഒഴുകുന്ന ഒരു പ്രകാശത്തിൻ്റെ സമുദ്രമാണ്. ഇനി നമുക്ക് ഒരു 25 കോടി വർഷം ഫ്യൂച്ചറിലേക്ക് സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ബട്ടൺ അമർത്തിയാൽ നമുക്കൊരു അത്ഭുതം മനസ്സിലാവും. അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്ന കടലിനെ നമുക്ക് കാണാൻ കഴിയില്ല. ആഫ്രിക്കയും യൂറോപ്പും പരസ്പരം കൂട്ടിയിടിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. നമുക്കറിയാം, ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ വിട്ടുമാറിയാണ് എസ് ഷേപ്പിൽ അറ്റ്ലാന്റിക് സമുദ്രം കിടക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഭൂമിയിലെ ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ അകലുകയും അടുക്കുകയും ചെയ്യുന്ന ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത് അവർ തമ്മിൽ അടുക്കുക എന്നുള്ളതാണ്. അമേരിക്കൻ വൻകരയും ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ കൂടിച്ചേരുന്നതോടുകൂടി തന്നെ അവിടെയുള്ള ജീവജാലങ്ങളും സസ്യജാലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ വീണ്ടും ഒന്നിക്കും. അതേസമയം ഇന്ത്യയുടെ കാര്യം എടുത്താലോ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് സത്യത്തിൽ ഓസ്ട്രേലിയ വന്നിടിക്കാനുള്ള സാധ്യതയുണ്ട്. അവസാനം ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായിട്ട് പാൻജിയ അൾട്ടിമ എന്ന ഒറ്റ ഭൂഖണ്ഡം വീണ്ടും രൂപപ്പെടും. അതിൻ്റെ ഉൾഭാഗം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയായി തീരും. പകലൊരു 50 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടായിരിക്കും. തീരങ്ങളിലാണെങ്കിൽ അതിഭീകരമായ കൊടുങ്കാറ്റുകളും ഉണ്ടാവും. ഭൂഖണ്ഡങ്ങൾ കുറവായതുകൊണ്ട് സമുദ്രത്തിലുള്ള ജലപ്രവാഹം കുറയും, ഓക്സിജൻ്റെ അളവ് താഴും. അതൊരു കൂട്ട വംശനാശത്തിന് വീണ്ടും കാരണമാവും. പക്ഷേ അവിടെയും ജീവിതം തിരിച്ചു വരുമെന്നുള്ളതാണ്. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ അഡാപ്റ്റേഷനുകളായിട്ട് ജീവജാലങ്ങൾ തിരികെ വരും. മണ്ണൊലിപ്പിന് വളരെയധികം ശക്തിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതൊരിക്കലും ഇല്ലാതാകുന്നൊരു പ്രോസസ്സല്ല. ഇങ്ങനെ മണ്ണൊലിച്ചാൽ ഹിമാലയം നിലനിൽക്കുമോ? ഓരോ വർഷവും 5 മില്ലിമീറ്റർ വെച്ച് ഹിമാലയം ഉയരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും മഞ്ഞും മഴയും കാറ്റുമൊക്കെ ചേർന്ന് ഏകദേശം അതേ അളവിൽ തന്നെ ഹിമാലയത്തിൻ്റെ സൈഡിൽ നിന്ന് മണ്ണിനെ നീക്കം ചെയ്യുന്നുണ്ട്. അതായത് പീക്ക് ഉണ്ടെങ്കിലും സത്യത്തിൽ മൊത്തത്തിൽ അതിൻ്റെ സ്ട്രക്ചറൽ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 കോടി വർഷം കഴിയുമ്പോൾ ലോകത്തിൻ്റെ നെറുകയിലാണ് എന്ന് നമ്മൾ പറയുന്ന എവറസ്റ്റ് കൊടുമുടി ഇത്തരത്തിൽ സൈഡ് വൈസായിട്ടുള്ള മണ്ണൊക്കെ പോയി അവസാനം ഒരു പരന്ന പ്രദേശമായിട്ട് ഇടിഞ്ഞു താഴും. വേറെ സ്ഥലങ്ങളിൽ പുതിയ മലകൾ ഉണ്ടാകാൻ തുടങ്ങും. പക്ഷേ എത്ര വലിയ മലയാണെങ്കിലും ഒരു നാളത് മണ്ണോട് ചേരേണ്ടതാണ്.
ഈ ഭൂമി തൻ്റെ കളിമണ്ണ് കൊണ്ട് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു ശില്പിയെ പോലെയാണ്. ഇനി നമ്മുടെ സൂര്യനെ കുറിച്ച് പറയാം. അതിന് ഭാവിയിൽ എന്ത് സംഭവിക്കും? ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടൺ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ന്യൂക്ലിയർ ഫർണസാണ് സൂര്യൻ. ഹൈഡ്രജൻ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് സൂര്യനിൽ നടക്കുന്നത്. പ്രായം കൂടുന്തോറും സൂര്യൻ്റെ ചൂടും പ്രകാശവും കൂടാനാണ് സാധ്യത. ഓരോ 100 കോടി വർഷം കൂടുമ്പോഴും ഏകദേശം 10% വെച്ച് ഒരു 50 കോടി വർഷം കഴിയുമ്പോൾ ചെറിയ മാറ്റത്തിലൂടെ ഭൂമിയുടെ താപനില സൂര്യൻ 10 ഡിഗ്രിയോളം കൂട്ടും. അപ്പോൾ നമ്മുടെ സമുദ്രത്തിലെ വെള്ളം മഴ പെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ നീരാവിയാകാൻ തുടങ്ങും. ആ നീരാവി വലിയൊരു ഗ്രീൻ ഹൗസ് ഗ്യാസായി മാറും. അത് ഭൂമിയെ കൂടുതൽ ചൂട് പിടിപ്പിക്കും. അതോടെ ഈ പ്രോസസ്സ് വേഗത്തിലായി നമ്മൾ ഇന്ന് പേടിക്കുന്ന ആഗോളതാപനം ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സ്വാഭാവിക പ്രതിഭാസമായിട്ട് വീണ്ടും വന്നു തുടങ്ങി ഭൂമി ചുട്ടുപൊള്ളാൻ ആരംഭിക്കും. സമുദ്രങ്ങൾ ഇങ്ങനെ വറ്റി വരളാൻ തുടങ്ങുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുത്തനെ കുറയും. ഫോട്ടോസിന്തസിസിന് ആവശ്യമായ ഗ്യാസ് കിട്ടാതെ ചെടികൾ നശിക്കാൻ തുടങ്ങും. ഓക്സിജനും കുറയും. ഒരു 80 കോടി വർഷത്തിനുള്ളിൽ മരങ്ങളും പൂക്കളും എല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. പിന്നീടുണ്ടാവുക ധ്രുവപ്രദേശങ്ങളിലോ മണ്ണിനടിയിലോ ജീവിക്കുന്ന ചെറിയ പായലുകളും ബാക്ടീരിയകളും മാത്രമായിരിക്കും. 60 കോടി വർഷം മുമ്പ് തുടങ്ങിയ ആ വലിയ പരീക്ഷണം, സങ്കീർണമായ ജീവൻ എന്ന അത്ഭുതം ഒരു നേർത്ത ശബ്ദത്തിൽ അവസാനിക്കാൻ തുടങ്ങും. എല്ലാം തുടങ്ങിയ അതേ സൂക്ഷ്മജീവികളിൽ നിന്ന് തന്നെ എല്ലാം ഒടുങ്ങുമെന്നർത്ഥം. ഇനി ഒരു 100 കോടി വർഷം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇന്നുള്ളതിനേക്കാൾ 10% കൂടും. അതോടെ ഭൂമിയിലെ സമുദ്രങ്ങൾ തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിൽ വെച്ച് വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയതിനു ശേഷം ഹൈഡ്രജൻ ബഹിരാകാശത്തേക്ക് എസ്കേപ്പ് ആവും. ഭൂമിയുടെ ഉപരിതലം ചുവപ്പും തവിട്ടും കലർന്ന ഒരു മരുഭൂമിയായി മാറും. പകൽ സമയത്ത് ചൂട് 120 ഡിഗ്രി. മേഘങ്ങൾ ഇല്ലാതാകുന്നതോടെ ഭൂമിയുടെ ആ നീല നിറവും മാഞ്ഞു പോകും. ഒരു കാലത്ത് ജീവൻ തുടിച്ചിരുന്ന നമ്മുടെ ലോകം ചുട്ടുപഴുത്ത ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന നിശബ്ദമായൊരു പാറക്കഷ്ണം മാത്രമായി മാറും. ഇന്നത്തെ ശുക്രനെ പോലെ പ്രപഞ്ചത്തിൽ സ്ഥായിയായി സ്ഥിരമായി ഒന്നുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ യാഥാർത്ഥ്യം. ഒടുവിൽ നമ്മുടെ സൂര്യൻ ഒരു ചുവന്ന ഭീമൻ അഥവാ റെഡ് ജയൻ്റായി വികസിക്കാൻ തുടങ്ങും. അതൊരു പക്ഷേ ഭൂമിയെ പൂർണ്ണമായും വിഴുങ്ങില്ലായിരിക്കാം. പക്ഷേ ഇവിടുത്തെ ചൂട് 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകും. ഭൂമിയുടെ പുറം പാളി ഉരുകിയൊലിക്കും. എല്ലാം ചാരമാകും. ബാക്കിയുള്ള സമുദ്രങ്ങളും അന്തരീക്ഷവും എല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഗ്രഹം മരിക്കുമ്പോഴും അതിലെ ആറ്റങ്ങൾ നശിക്കുന്നില്ല. ചിലത് ബഹിരാകാശത്തേക്ക് ചിതറിത്തെറിക്കും, ചിലത് സൂര്യൻ വലിച്ചെടുക്കും, മറ്റു ചിലത് പുതിയ ലോകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് ഒഴുകി നീങ്ങും. ഒരു കാലത്ത് ഇവിടെ ജീവൻ ഉണ്ടാക്കിയ അതേ മൂലകങ്ങൾ മറ്റ് ആകാശങ്ങളിൽ വീണ്ടും തിളങ്ങും. അതാണ് യഥാർത്ഥ അമരത്വം. ഒരു ജീവിവർഗത്തിൻ്റെ അല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കണികയുടെയും അമരത്വം. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന, നമുക്കൊരിക്കലും കാണാനോ അറിയാനോ കഴിയാത്ത ഒരു ലിസ്റ്റ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തുകൊണ്ടിരിക്കുന്ന ആൻഡ്രോമീഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും കൂട്ടിയിടിച്ച് മിൽക്ക്ഡ്രോമീഡ എന്ന് പറയുന്ന ഒരൊറ്റ ഗാലക്സി ആയിട്ട് മാറും. ആ ഗാലക്സി ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ സൂര്യൻ നമ്മുടെ ഈ ഗാലക്സിക്കകത്ത് ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെ തന്നെ വീക്ഷിക്കാനും പഠിക്കാനും ഇതിനെയൊക്കെ കുറിച്ച് വീണ്ടും പറയാനും ആ സമയത്ത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ തന്നെ ഒരു അന്യഗ്രഹത്തിൽ ഇതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവിവർഗ്ഗങ്ങൾ ഉണ്ടാവും. അവരും ഇതുപോലെ പരിണമിച്ച് പഠിച്ച് ടെക്നോളജി ഉണ്ടാക്കി ജീവിതം മുന്നോട്ട് നയിച്ച് സൈക്ലിക് പ്രോസസ്സായിട്ട് പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തും ഭൂമിയെപ്പോലെയുള്ള ജീവജാലങ്ങൾ ഉണ്ടായി. പാസ്റ്റിൽ കുറേ നശിച്ചിരിക്കാം. ഇപ്പോൾ നമ്മളറിയാത്ത കുറേ ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെയും ജീവിക്കുന്നുണ്ടായിരിക്കാം. ഭാവിയിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അതാണ് സത്യം. ബൈ.